അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ 11ാം ദിവസവും ദുഷ്കരം. ശിരൂരിലെ ദൗത്യം തുടരാൻ സംയുക്ത യോഗത്തിൽ തീരുമാനം. പുഴയിൽ നിന്നും സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇറങ്ങി പരിശോധന നടത്താനായില്ല. കനത്ത നീരൊഴുക്ക് വെല്ലുവിളി. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇനിയുള്ള ദൗത്യത്തിന് പോൺടൂൺ ബ്രിഡ്ജുകൾ എത്തിക്കും. സഹായത്തിന് മത്സ്യത്തൊഴിലാളികളും. And we are calling some local fishermen's help also to do traditional way also, so that we are using all the methods. So hopefully today after in the night or in the morning we'll go into the river bed. എല്ലാ ശ്രമവും ഇതിൻ്റെ ഭാഗമായി നടക്കും. ഒരു ശ്രമവും നടക്കാതെ പോകരുത്. ശ്രമത്തിൻ്റെ കാര്യത്തിൽ 1% പോലും കുറവുണ്ടാകും. എന്ത് പ്രതിസന്ധിയിലും ശിരൂരിലെ ദൗത്യം തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സാധ്യമാകുന്ന പുതിയ രീതികൾ അവലംബിക്കും. അർജുൻ അടക്കം 3 പേരെയും കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അപകട സ്ഥലം സന്ദർശിച്ച ശേഷം മുഹമ്മദ് റിയാസ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വീണ്ടും തിരിച്ചടി. കാർഷിക സർവകലാശാല VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിക്ക് സ്റ്റേ. ഗവർണർ നിയോഗിച്ച കമ്മിറ്റിയുടെ നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി. ഗവർണർ വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം. ആമീഴഞ്ചാൻ മാലിന്യ വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. തലസ്ഥാനം ക്ലീൻ അല്ലെന്ന് കോടതി. ആമീഴഞ്ചാൻ വൃത്തിയാക്കാനുള്ള നടപടികൾ സർക്കാർ സമയബന്ധിതമായി പൂർത്തിയാക്കണം. മാലിന്യത്തിനെതിരെയുള്ള ക്യാമ്പയിനിൽ ടെലിവിഷൻ ചാനലുകളെ പങ്കാളികളാക്കണമെന്നും നിർദ്ദേശം. ഓഗസ്റ്റ് അവസാനത്തോടെ ആമീഴഞ്ചാൻ വൃത്തിയാക്കൽ പൂർത്തീകരിക്കുമെന്നും സർക്കാർ. പാരീസ് ഒളിമ്പിക്സിന് ഇന്ന് ഔദ്യോഗിക തുടക്കം. ദീപശിഖ പ്രയാണം അവസാനിക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയൊരുക്കാൻ സംഘാടകർ. അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റ് സെൻ നദിയിൽ ബോട്ടുകളിൽ നടത്തും. പങ്കെടുക്കുന്നത് 206 രാജ്യങ്ങളിൽ നിന്നായി 10,714 താരങ്ങൾ. പാരീസ് ഒളിമ്പിക്സിനിടെ ഫ്രാൻസിൽ ട്രെയിനുകൾക്കു നേരെ ആക്രമണം. 3 പ്രധാനപ്പെട്ട ലൈനുകളിൽ തീ കത്തിച്ചെന്ന റിപ്പോർട്ട്. അതിവേഗ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. അന്വേഷണം തുടങ്ങി സർക്കാർ. വനിതാ ഏഷ്യാകപ്പിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ബംഗ്ലാദേശിനെ തകർത്തത് 10 വിക്കറ്റിന്. 80 റൺസ് 11 ഓവറിൽ മറികടന്നു. സ്മൃതി മന്ദാനയ്ക്ക് അർദ്ധ സെഞ്ചുറി. 3 വിക്കറ്റ് വീഴ്ത്തിയ രേണുക സിംഗ് കളിയിലെ താരം. 2ാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്ക പോരാട്ടം. ഉന്നത ഉദ്യോഗസ്ഥരും യൂണിറ്റ് മേധാവികളും നയപരമായ കാര്യങ്ങളിൽ ഉത്തരവിറക്കേണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി. സർക്കാർ അനുമതിയോടെ മാത്രമേ ഉത്തരവുകൾ ഇറക്കാവൂ. ദൈനംദിന കാര്യങ്ങളെ സംബന്ധിക്കുന്ന സർക്കുലറുകൾ മാത്രം യൂണിറ്റ് മേധാവികൾ ഇറക്കണമെന്നും നിർദ്ദേശം. ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. പാഠപുസ്തകങ്ങൾ 2 ഭാഗങ്ങളായി അച്ചടിക്കും. ധാരാളം കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് കത്തുകൾ അയക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇടുക്കി കമ്പം വിട്ട് കുഞ്ഞിന് വിഷം നൽകിയ ശേഷം അമ്മ ജീവനൊടുക്കി. മരിച്ചത് കുഴിക്കണ്ടം സ്വദേശി ആര്യമോൾ. 3 വയസ്സുകാരൻ അപകടനില തരണം ചെയ്തു. തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാനെന്ന് പ്രധാനമന്ത്രി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരും. കശ്മീർ വികസനത്തിന്റെ പാതയിലെന്നും പ്രധാനമന്ത്രി. അഗ്നിപഥ് പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി. ദേശീയ സുരക്ഷയെ ചിലർ രാഷ്ട്രീയവൽക്കരിക്കുന്നു. പദ്ധതിയുടെ ലക്ഷ്യം യുവ സൈന്യത്തെ നിർമ്മിക്കൽ. കോടികളുടെ അഴിമതി നടത്തി സൈന്യത്തെ ദുർബലമാക്കിയെന്നും പ്രധാനമന്ത്രി. കാർഗിൽ സ്മരണയിൽ രാജ്യം യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് പ്രധാനമന്ത്രി. സൈനികർ അമരത്വം നേടിയവരെന്ന് പ്രധാനമന്ത്രി. കോഴിക്കോട് അനധികൃത പാചകവാതക ഫില്ലിംഗ് കേന്ദ്രം. മുക്കം കാതിയോട്ടെ അനധികൃത കേന്ദ്രത്തിൽ സിവിൽ സപ്ലൈസ് റെയ്ഡ്. ഗാർഹിക പാചകവാതകം വാണിജ്യ സിലിണ്ടറിലേക്ക് മാറ്റി മറിച്ചു വിൽപ്പനയെന്ന് കണ്ടെത്തൽ.
சரிங்களா? நாங்க எல்லாம் போன் பண்ணுவோம், உடனே delete பண்றாங்க. இந்த நேரம் അട്ടപ്പാടിയിൽ വ്ലോഗറെ കെട്ടിയിട്ട് തല്ലി കോട്ടത്തറ സ്വദേശിയെ മർദ്ദിച്ചത് സ്ത്രീകളുടെ വീഡിയോ ചിത്രീകരിച്ചുവെന്ന് ആരോപിച്ച് യുവാവിനെ രക്ഷിച്ചത് അഗളി പോലീസ് എത്തി. മേയർ ഡെപ്യൂട്ടി മേയർ വിഷയത്തിൽ ഇടപെട്ട് CPM സംസ്ഥാന നേതൃത്വം ഭരണകാര്യങ്ങൾ ദിനം പ്രതി ജില്ലാ നേതൃത്വത്തെ അറിയിക്കാൻ നിർദ്ദേശം. പരസ്പരം സഹകരണം ഉറപ്പാക്കാനും സംസ്ഥാന നേതൃത്വം. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും പണം നൽകിയെന്ന റിപ്പോർട്ടുണ്ടായിട്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമെന്നും സർക്കാർ. CMRL എക്സാലോജിക് ഇടപാട് 2 കമ്പനികൾ തമ്മിലുള്ള സ്വകാര്യ ഇടപാടെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ കേരള ബംഗാൾ ഗവർണർമാർക്ക് സുപ്രീംകോടതി നോട്ടീസ്. നടപടി കേരള ബംഗാൾ സർക്കാരുകളുടെ ഹർജിയിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശം.